അയ്യോ, പക്ഷെ നിങ്ങൾക്ക് അതിന് മാത്രം ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല. ഞാനതിൻ്റെ കമ്മിറ്റിക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവർ ഫസ്റ്റ് സിറ്റിംഗ് ഇന്ന് നടന്നു. അവരതിൻ്റെ അകത്ത് കുറേയും കൂടെ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. 2-3 ദിവസം എടുക്കും. അത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരമുള്ളൂ. വായിച്ചു. കത്ത് ഞാൻ പോയതിനു ശേഷം വായിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. അത് പറഞ്ഞാൽ പിന്നെ അതിന് വാലും തോലും നിങ്ങൾ വെക്കും, പിന്നെ ഞാൻ ബുദ്ധിമുട്ടും. ഇത് വേണ്ട. ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാനത് പറയാം. വിത്തിൻ 2 days ഐ വിൽ ഗെറ്റ് ഇറ്റ്. ഞാൻ നിങ്ങളെ വിളിക്കും, പറയും. ഉണ്ട്. ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും. തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവരോടും IC ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്, മാഷോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാഷോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. അവരൊന്നും അങ്ങനെ കറപ്റ്റഡായ ആളുകളല്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല. എന്തെങ്കിലും ഞങ്ങൾ ആശങ്കയോടുകൂടി അവർ നോക്കേണ്ട കാര്യമുള്ളൂ. അവരതൊക്കെ മാനമായി അത് ഡീൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഇപ്പോൾ കമ്മിറ്റി വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അധികാരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ട പോലെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെ 2 ദിവസമെങ്കിലും കൊടുത്ത് നമുക്ക് റിപ്പോർട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, അതെ, ആവും എന്ന്. അത് ആവശ്യം സീരിയസ് ആയ റിപ്പോർട്ട് സംഭവം ആയിരുന്നില്ല, പക്ഷെ അതാവും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. കാരണം ഈ ജോലിക്കുള്ള ആ തള്ളൊരു വിഷയം തന്നെ ആവുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിടയ്ക്കൊന്നും എത്തിയിട്ടില്ല. എല്ലാ നേതാക്കന്മാരും വളരെ വളരെ കെയർ ചെയ്തിട്ടേ ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ നിന്ന് എല്ലാവരും വളരെ കെയർ ചെയ്തിട്ടാണ് ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. ഓക്കെ, അല്ല, കുടുംബത്തിന് പറയുന്നതിന് എന്താ? കുടുംബത്തിന് വല്ല അന്തോ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം വളരെ വലുതല്ലേ. അവരല്ലേ അതിന് പരിഹാരം കാണേണ്ടത്. വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം? അതുകൊണ്ട് വീട്ടുകാരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. അവർ നമ്മളുടെയൊക്കെ നമ്മൾ മോശമായിട്ടൊന്നും പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തൊക്കെ വന്നിരുന്നു അമ്മച്ചി, എന്തൊക്കെ വന്നിരുന്നു. ഞാൻ സമാജം ആശ്വസിപ്പിച്ചിട്ട് വിടുകയും ചെയ്തിരുന്നു. ഒക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു തരും, പാർട്ടി നിങ്ങളെ കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ വിട്ടതാ. അത് അങ്ങനെയൊന്നും ഒരു റിപ്പോർട്ട് ഇതില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. 2 കൊടുത്തു എന്നൊക്കെ. IC ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സ് ഉള്ള ആളാണ്. നിങ്ങൾ തന്നെ പറ. ഒരു പുതുമുഖമൊന്നുമല്ലല്ലോ IC ബാലകൃഷ്ണൻ. എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇതൊക്കെ എന്നോ വെച്ച് കാച്ചേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഒരിക്കലും അത് ചെയ്യില്ല, ഒരു കുറ്റവും വരില്ല, കളിച്ച് വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സമാനമായ ഒരു കേസിൽ ADM നബീൻ ബാബുവിന്റെ കേസിൽ PP ദിവ്യ രാജിവെക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണന് വേറൊരു നീതിയാണ്, അല്ലെങ്കിൽ അവരോട് വേറൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. രാജിവെക്കേണ്ടതല്ലേ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ലേ വെറുതെ ആള് രാജിവെക്കണം എന്ന് പറയാൻ പറ്റുമോ? വെറുതെ രാജിവെക്കാൻ പറയാൻ പറ്റും? രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെതായ ഒരു കാര്യകാരണ സഹിതം നമുക്ക് പറയാൻ പറ്റണ്ടേ? അതിന്റെ സമയമായിട്ടില്ല. ശരി, അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. UDF അവരെ എടുക്കണ്ടേ എന്ന കാര്യമൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് ഈ ഗവൺമെൻറ് കാണിച്ചത് അങ്ങേയറ്റത്തര രാഷ്ട്രീയ ചെറ്റത്തരമാണ്. ഒരു കാരണവശാലും ഒരാളോട് MLA അല്ലേ, ബാക്കിയെല്ലാം പോട്ടെ, ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് വിട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിനെ എന്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? എന്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്? പറയും. ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? അതൊക്കെ ശുദ്ധ അസംബന്ധം പറയാണ്. ഒന്നും തല്ലി പൊളിച്ചിട്ടില്ല. പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോടതി ഹാജരായിക്കൂടെ? അതൊക്കെ ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ലല്ലോ. UDF എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പല്ലേ.
അതെല്ലാവരോടും ചർച്ച ചെയ്യാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? വ്യക്തിപരമായി അൻവറിൻ്റെ പഴയ സഹപ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസിലുള്ള കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഞങ്ങൾ നല്ല ബന്ധമാണ്. അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ല. അത് ഞങ്ങളൊരു ചർച്ച നടത്തി പറയേണ്ടതാണ്. എന്നെ കൊടുക്കല്ലേ ഞങ്ങൾ കേട്ടോ. ആര് വന്നാലും ഗുണം ചെയ്യും. ഈ പാർട്ടിന്റെ അകത്ത്, ഈ മുന്നണിക്കകത്ത് ആര് വന്നാലും ഗുണം ചെയ്യും. നിങ്ങൾ വന്നാലും ഗുണം ചെയ്യും. ഉറപ്പല്ലേ? അതുണ്ടാവും. ഒരാൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസവും ഐക്യമെല്ലാം ഉണ്ടാവില്ലേ?